മലയാളികളുടെ ഇഷ്ടഭക്ഷണം മൈദ. കേരളത്തിലെ ഹോട്ടലിലെ മുഖ്യ വിഭവം. മൈദയെക്കുറിച്ച് പല ആളുകളും പലതും പറയുന്നു. വാസ്തവത്തിൽ എന്താണ് ഈ മൈദ? ഗോതമ്പിൽ നിന്ന് ആട്ട, റവ എന്നിവയെല്ലാം എടുത്ത് അവസാനം കിട്ടുന്ന മഞ്ഞ നിറത്തിലുള്ള വെറും ചണ്ടി മാത്രമാണ് മൈദ എന്ന് പറയുന്ന ഈ വസ്തു. ഈ മഞ്ഞ നിറത്തിലുള്ള വസ്തുവിനെ ബ്ലീച്ച് ചെയ്ത് വെളുത്ത നിറമാക്കാൻ വേണ്ടി ബെൻസോയിൽ പെറോക്സൈഡ് എന്ന കെമിക്കൽ ചേർക്കുന്നു. ബാത്റൂം ക്ലീൻ ചെയ്യാനും എക്സ്റ്റേണൽ ആയി ഫേസ് പിമ്പിൾസിനുമാണ് ഈ കെമിക്കൽ സാധാരണ ഉപയോഗിക്കുന്നത്. അതിന് തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ കെമിക്കൽ ചൈന, ഇംഗ്ലണ്ട്, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. 1 കിലോ മൈദയിലൂടെ 40 ഗ്രാം ബെൻസോയിൽ പെറോക്സൈഡ് എന്ന കെമിക്കൽ നാം അകത്താക്കുന്നു. സംശയമുണ്ടെങ്കിൽ വിക്കിപീഡിയ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. പിന്നീട് വെളുത്ത നിറമുള്ള ഈ മൈദ എന്ന് പറയുന്ന വസ്തുവിനെ മൃദുവാക്കാൻ വേണ്ടി അലോക്സാൻ എന്ന കെമിക്കൽ ചേർക്കുന്നു. ഈ കെമിക്കൽ ആവട്ടെ മനുഷ്യന്റെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതും ഷുഗർ എന്ന രോഗം പെട്ടെന്ന് പിടിപെടാൻ കാരണമാകുന്നതുമാണ്. അപ്പോൾ 2 മാരകമായ കെമിക്കൽ ചേർന്ന ഈ മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട, ഹൽവ, ബ്രെഡ്, ബിസ്ക്കറ്റ്, പപ്സ് ഇവയൊക്കെ മലയാളികൾക്ക് ഇനിയും കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അവർ ജീവിക്കട്ടെ. കഴിക്കുന്നവർ ഒന്നറിയുക, വയറ് നിറയുക എന്നല്ലാതെ മൈദയിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ് എന്നിവ ഒന്നും തന്നെയില്ല. മാത്രവുമല്ല, മൈദ സ്ഥിരമായി കഴിച്ചാൽ ഷുഗർ ഉണ്ടാകും, ദഹന പ്രക്രിയയെ ബാധിക്കും, ആമാശയത്തിൽ ക്യാൻസർ വരെ ഉണ്ടാകും. അതിനു പുറമെ പൊറോട്ട ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രംഗം കണ്ടാൽ ഛർദിച്ച് തളർന്നു പോകും. എന്തു പറയുന്നു? ഈ വിഡ്ഢികളുടെ ഫുഡ് നമുക്ക് ഇനിയും കഴിക്കണോ? തീരുമാനിക്കേണ്ടത് നിങ്ങൾ.